സെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. കൂർക്ക നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 അടി അടിച്ചെടുത്താൽ മതി. കുറേ അടിയൊന്നും അടിക്കേണ്ട, ആദ്യം വെന്ത് പോകാൻ പാടില്ല. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. നമുക്ക് 2 അടി അടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളിയാണ്. കുറച്ച് സവാള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കൊണ്ട് നമുക്ക് ചേർത്താലേ ഇതിലെ കറിക്ക് നമ്മൾ നല്ലൊരു മണവും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും സവാള എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് ചതച്ചത് കണ്ട വറ്റൽ മുളക് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുന്നില്ല, നമ്മൾ മഞ്ഞൾ പൊടി ഇട്ടാണ് പുഴുങ്ങി വെക്കുന്നത്. ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചേർക്കുന്നതാണ്. നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. കൂർക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് അങ്ങനെ ഉടയേണ്ടത്. ഇച്ചിരി നേരം ഒന്ന് നമുക്ക് മൂടി വെച്ച് കഴിക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. നമുക്ക് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി എന്ത് മണമുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കൂർക്കപ്പേര് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.